അനിമോന്റെ ആരോപണം നിഷേധിച്ച് അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടൽ ഡയറക്ടർ ബോർഡ് അംഗം താൻ ആർക്കും പണം നൽകിയിട്ടില്ലെന്ന് അരവിന്ദൻ ജനം ടിവിയോട് പ്രതികരിച്ചു. മദ്യനയത്തിലെ ഇളവുകൾക്കായി 2.5 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു അനിമോന്റെ വെളിപ്പെടുത്തൽ. സ്പൈസ് ഗ്രോവ് ഹോട്ടലിന്റെ ഷെയർ ഉടമ കൂടിയാണ് അനിമോൻ. ഈ അനിമോൻ എന്ന് പറയുന്ന ആളുടെ ഒരു ശബ്ദ സന്ദേശമാണ് പുറത്ത് വന്നത്. അപ്പൊ അതിൽ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇടുക്കിയിൽ നിന്ന് സ്പൈസ് അതിൽ അണക്കര സ്പൈസ് പേര് അടക്കം എടുത്ത് പറഞ്ഞു അതായത് പെട്ടെന്ന് ഇത് വന്നത് സാറിനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ നോക്കി. അണക്കര സ്പൈസ് ഗ്രൂ റിസോർട്ട് മാത്രം 2.5 ലക്ഷം രൂപ തന്നു. ബാക്കി ഹോട്ടൽ റിസോർട്ടുകൾ ബാറുകൾ ഒന്നും തന്നെ തന്നു. 2.5 ലക്ഷം രൂപ അണക്കര സ്പൈസ് ഗ്രൂ കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അണക്കര സ്പൈസ് ഗ്രൂ മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ആരും തന്നിട്ടില്ല. 2 ദിവസത്തിനകം എല്ലാവരും തരണം, അങ്ങനെയാണ് ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ഇതില് വേറെ ഈ അനിമോൻ എന്ന് പറയുന്ന ആൾക്ക് ഇതിൽ ഷെയർ ഉണ്ടോ? ഈ അനിമോൻ എന്ന് പറയുന്ന ആള്, തൊടുപുഴയിലുള്ള അനിമോൻ എന്ന് പറയുന്ന ആൾക്ക് ഈ നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ വല്ലതും ഉണ്ടോ? ഓക്കെ അപ്പം സാർ അറിഞ്ഞു കൊടുത്തിട്ടില്ല. വിശദാംശങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടൽ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം നിഷേധിച്ചിരിക്കുന്നത്. അനിമോൻ നേരത്തെ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി ഈ ഒരു ഹോട്ടലിൻ്റെ പേര് പറയുന്നുണ്ട്. 2 ലക്ഷം രൂപ അവർ മാത്രമാണ് തന്നത് എന്നും പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒന്നും പണം നൽകിയിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം ലഭ്യമാകുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്പൈസ് ഗ്രോവ് ഹോട്ടലിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള അരവിന്ദാക്ഷൻ എന്ന വ്യക്തിയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. അദ്ദേഹമാണ് അണക്കരയിലെ ഈ ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ താൻ ആർക്കും 2.5 ലക്ഷം രൂപ നൽകിയിട്ടില്ല, തന്നോട് ഇത്തരത്തിൽ 2 ലക്ഷം രൂപ നൽകണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തന്റെ ഒരു സ്ഥാപനത്തിന്റെ പേരും തന്റെ പേരും ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് പരിശോധിച്ചതിനു ശേഷം വ്യക്തമായ ഒരു വിശദീകരണം നൽകാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളെ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി തന്നെ ഈ ഒരു അനുമാൻ എടുത്തു പറയുന്നുണ്ട്. അണക്കര സ്പൈസ് ഗ്രോവ് മാത്രമാണ്, റിസോർട്ട് മാത്രമാണ് 2.5 ലക്ഷം രൂപ നൽകിയിട്ടുള്ളത്. മറ്റുള്ള ആളുകളും ഇതുപോലെ 2 ലക്ഷം രൂപ നൽകണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നതായി നമുക്ക് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലായത്. ഇദ്ദേഹം പറയുന്ന പ്രകാരം ഒരു പൈസ പോലും, അതായത് 2.5 ലക്ഷം രൂപ പോലും താൻ നൽകിയിട്ടില്ല. താൻ അറിയാതെ മറ്റാരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം തനിക്കറിയില്ല. എന്തായാലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, അണക്കരയിലെ തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് താൻ തുക നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിൽ കേന്ദ്രീകരിച്ച് ഉയരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായും ഈ പുതിയ വാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് LDF ജില്ലാ കൺവീനർ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും നിലവിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് KK ശിവരാമനാണ് തന്റെ ഫേസ്ബുക്കിലൂടെ ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഒരു വന്ന ആരോപണം അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഈ പറയുന്ന വ്യക്തികൾ സുബിൻ തോമസാണ് ഇടുക്കി ജില്ലാ വിശദാംശങ്ങൾ നൽകി.